6 2 ഇൻറ്റു 10 4 ഇൻറ്റു 15 3 ബൈ 2 6 ഇൻറ്റു 3 5 ഇൻറ്റു 5 6. ഇത് കൃത്യംഗങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. കൃത്യംഗ നിയമം ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ പാദസംഖ്യകളൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പാദസംഖ്യകളെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. 6 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു 3 ഹോൾ സ്ക്വയർ എന്നർത്ഥം. 2 ഇൻറ്റു 3 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എന്താ? ആ 2-നും 3-നും ഈ ഘാതം 2 ബാധകമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? 2 ഘാതം 2 ഇൻറ്റു 3 ഘാതം 2. അതുപോലെ 10-നെ 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ 2 ഘാതം 4 ഇൻറ്റു 5 ഘാതം 4. 2 ഘാതം 4 ഇൻറ്റു 5 ഘാതം 4 ഇൻറ്റു 15-നെ 3 ഇൻറ്റു 5. അപ്പോൾ 3 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. 3 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ബൈ അടിയിലെല്ലാം പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ അതിനെ നമുക്ക് പിരിച്ചെഴുതണ്ട, സ്പ്ലിറ്റ് ചെയ്ത് എഴുതണ്ട. 2 ഘാതം 6 ഇൻറ്റു 3 ഘാതം 5 ഇൻറ്റു 5 ഘാതം 6. ഇനി നമുക്ക് അംശത്തിൽ ഒരേപോലെ പാദസംഖ്യ വരുന്നത് എടുക്കുക. അംശത്തിൽ ഒരേപോലെ പാദസംഖ്യ വരുന്നത് 2 സ്ക്വയർ ഇൻറ്റു 2 ഘാതം 4. അതായത് എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ. എന്താണ്? എ ഘാതം എം പ്ലസ് എൻ. ഈ കൃത്യംഗ നിയമം ഉപയോഗിച്ചിട്ട് നമുക്ക് കൃതികൾ കൂട്ടി എഴുതാം. അപ്പോൾ ഇതെന്ത് വരും? 2 ഘാതം 2 4 6. 2 ഘാതം 6 ഇൻറ്റു അതുപോലെ 3 സ്ക്വയറും 3 സ്ക്വയറും 3 ഘാതം 3. 3 ഘാതം 2 3 5. 3 ഘാതം 5 ഇൻറ്റു അതുപോലെ 5-ൻ്റെ 5 ഘാതം 4 5 ക്യൂബും. 5 ഘാതം 4 3 7 ബൈ അടിയിൽ 2 ഘാതം 6 ഇൻറ്റു 3 ഘാതം 5 ഇൻറ്റു 5 ഘാതം 6. 2 ഘാതം 6 വെട്ടിപ്പോയി, 3 ഘാതം 5 വെട്ടിപ്പോയി. 5 ഘാതം 7 ബൈ 5 ഘാതം 6. എ ഘാതം എം ബൈ എ ഘാതം എൻ. എ ഘാതം എം മൈനസ് എൻ. അതുപോലെ ഇവിടെ എന്ത് വരും? 5 ഘാതം 7 കുറയ്ക്കണം 6. 7 6 കുറച്ചാൽ 1. 5 ഘാതം 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് ഉത്തരം. 5